കുറച്ചധികം ദിവസങ്ങളായി തന്നെ ദിവ്യയുടെയും ക്രിസിന്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിക്കുന്ന താരങ്ങളായി മാറിയതിനു ശേഷമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൂടുതൽ വിശേഷങ്ങളുമായി തന്നെ ഇവർ എത്തുന്നത്. ഇപ്പോൾ ഹൈദരാബാദിലെ ആഘോഷങ്ങൾ കഴിഞ്ഞ് ഇരുവരും കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ണൂരിലാണ് ക്രിസ് പുതിയതായി വാങ്ങിയ സ്ഥലമുള്ളത്. അവിടെ വീട് പണി നടക്കുകയാണ്. അതിന്റെ ആഘോഷവും മറ്റുമായി നിൽക്കുന്ന തിരക്കിലും ഇപ്പോൾ ഇതാ ദിവ്യ പരസ്പരം വസ്ത്രം പോലും മാറ്റാതെ തിളങ്ങി നിൽക്കുകയാണ്. എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ് എന്നാണ് കണ്ണൂരിനെ കുറിച്ച് ദിവ്യയ്ക്ക് പറയാനുള്ളത്. എന്നാൽ കണ്ണൂരിൽ തൻ്റെ കുട്ടികളും കുട്ടികളുടെ സുഹൃത്തുക്കളും കസിൻ്റെ കുട്ടികളും ഒക്കെയായി അടിച്ചു പൊളിക്കുകയാണ് ഇപ്പോൾ ദിവ്യ. ജീൻസും ടോപ്പിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും കണ്ണൂരിലെത്തിയപ്പോഴും ആഘോഷത്തിനൊരു കുറവുമില്ല. ക്രിസിൻ്റെ കൂടെയുള്ള ജീവിതം അത്രമേൽ സന്തോഷപൂർവ്വമാണെന്ന് ഓരോ സമയവും തെളിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യയ്ക്ക് ആ കിട്ടുന്ന സ്നേഹം തന്നെയാണ് ഞങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ്. ക്രിസിൻ്റെയും ദിവ്യയുടെയും സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത്. വളരെയേറെ നാളുകൾ കാത്തിരുന്നതിന് ശേഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിവ്യയും ക്രിസും വിവാഹിതരായത്. അതുകൊണ്ട് തന്നെ സിനിമാ സീരിയലിൽ മുട്ടിടുന്ന പ്രണയങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട്. അങ്ങനെ ചില പ്രണയങ്ങൾ മാത്രമാണ് വിജയകരമായി അവസാനിക്കാറുള്ളത്. എന്നാൽ ക്രിസിൻ്റെതും അതുപോലെ ദിവ്യയുടേതും ഇപ്പോൾ വിജയകരമായി അവസാന ഘട്ടത്തിലേക്ക് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ അവർ 2 മക്കളുമായി സന്തോഷമായി ജീവിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ഇൻ്റർവ്യൂകളും കഴിഞ്ഞ് നേരെ അവർ ഹൈദരാബാദിലേക്ക് പറന്നു. ഹൈദരാബാദിലെത്തി അവിടുത്തെ ആഘോഷം കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തി. ഇനി കണ്ണൂരിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രേക്ഷകർ അടുത്തതായി അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അച്ഛനെയും അമ്മയും കാണും. അത് കഴിഞ്ഞുള്ളൂ ഇനി ഏത് യാത്രയും. അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും. എന്നിരുന്നാലും കണ്ണൂരിലെത്തിയാലും ആ സ്റ്റൈലിനൊന്നും ഒരു കുറവുമില്ല. ഹൈദരാബാദിൽ എങ്ങനെ അടിച്ചു പൊളിച്ചോ അതുപോലെ തന്നെ കണ്ണൂരിലെത്തിയപ്പോഴും ദിവ്യയ്ക്ക് നല്ല മാറ്റമുണ്ടെന്ന് എല്ലാവരും പറയുന്നു. കൂടുതൽ സന്തോഷവതിയായി തോന്നുന്നു. അത് തന്നെയാണ് നല്ല കാര്യം എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തിലിരിക്കണമല്ലോ, അതാണല്ലോ ശരിക്കും വേണ്ടതെന്നും പ്രേക്ഷകർ പറയുന്നു. ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന ദിവ്യയുടെയും ക്രിസിൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ആരോരുമില്ലാത്ത 2 പേർക്ക് ജീവൻ കൊടുത്തു എന്നായിരുന്നു ആദ്യം ദിവ്യയെക്കുറിച്ചും ക്രിസിനെക്കുറിച്ചും പറഞ്ഞത്. എന്നാൽ ക്രിസ് അങ്ങനെയല്ല ചെയ്തത്. മറിച്ച് കുട്ടികളെപ്പോലും സ്വന്തം മക്കളായി കണ്ട് അവരെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അത്രമേൽ നല്ലൊരു അച്ഛൻ കൂടിയാണ് ക്രിസ് എന്ന് പറയാം. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആരാധകരിലേക്ക് ഇരുവരുടെയും വിവാഹ വാർത്ത എത്തിയത്. ദിവ്യയും 2 മക്കളെയും ചേർത്ത് പിടിച്ചായിരുന്നു വിവാഹവേദിയിലേക്ക് എത്തിയത്. പുതിയ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ ദിവ്യ മക്കളെ വേണ്ട എന്ന് വയ്ക്കുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തില്ല. അത് അന്നു മുതൽ സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ്. മക്കളും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു അച്ഛനെ ലഭിക്കുന്നു. അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി ഈ അച്ഛനിലൂടെ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്നുള്ള ആശ്വാസത്തിലായിരുന്നു അന്ന് ദിവ്യയുടെ മക്കൾ. ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല. അവർ സ്വയമേ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളായിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.